വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറയുന്നത് കടലിന് നടുവിൽ ഒഴുകുന്ന കൊച്ചു നഗരങ്ങൾ തന്നെയാണ്. ആയിരക്കണക്കിന് നാവികർ മാസങ്ങളോളം കരയുമായി ബന്ധമില്ലാത്ത ഈ ഇരുമ്പ് കോട്ടയ്ക്കുള്ളിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ അമേരിക്കൻ എയർക്രാഫ്റ്റ് കരിയറുകളിലെയും അതുപോലെ നമ്മുടെ രാജ്യത്തെ INS വിക്രാന്ത് പോലുള്ള കപ്പലുകളുടെയും ജീവിതം ഏതാണ്ട് സമാനമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇവിടെ വിശ്രമമില്ലാത്ത ഒരു വിഭാഗമാണ് പാചകപ്പുരയിലുള്ളവർ. ദിവസവും 17,000-ലധികം തവണ ഭക്ഷണം വിളമ്പേണ്ടി വരുന്ന ഇവിടെ അടുക്കള ഒരിക്കലും അടക്കാറില്ല. മുകളിൽ യുദ്ധവിമാനങ്ങൾ വലിയ ശബ്ദത്തോടെ പറന്നുയരുമ്പോൾ തന്നെ 100-ലധികം പാചകക്കാർ വിവിധ ഷിഫ്റ്റുകളിലായി നാവികർക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും. ചിക്കനും പാലും ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ ടൺ കണക്കിന് അളവിലാണ് ഓരോ ദിവസവും ഇവിടെ ചെലവാക്കുന്നത്. നാവികരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വെറും 20-30 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ച് അടുത്ത ആർക്ക് സ്ഥലം നൽകുക എന്നത് അവിടുത്തെ ഒരു നിയമം പോലെയാണ്. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ കപ്പലിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സാധാരണ നാവികർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന മനോഹരമായ കാഴ്ചകളും ഇത്തരം കപ്പലുകളിൽ കാണാൻ സാധിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ കപ്പലിലെ ഏറ്റവും വലിയ വെല്ലുവിളി ശുദ്ധജലത്തിന്റെ ലഭ്യതയാണ്. കടലിന് നടുവിൽ ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി കപ്പൽ കരയെ ആശ്രയിക്കാറില്ല. കപ്പലിന്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള കൂറ്റൻ മെഷീനുകൾ ഉപയോഗിച്ച് കടൽ വെള്ളത്തിലെ ഉപ്പ് നീക്കം ചെയ്ത് ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം 4 ലക്ഷം ഗാലൻ വെള്ളം വരെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. മെഷീനുകൾക്ക് എപ്പോഴെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ കപ്പലിൽ കടുത്ത ജലനിയന്ത്രണം വരും. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയം 2 മിനിറ്റിൽ താഴെയായി പരിമിതിപ്പെടുത്താൻ ഓരോ നാവികനും പരിശീലനം നൽകുന്നു. ഇതിനെ നേവി ഷവർ എന്നാണ് വിളിക്കുന്നത്. സോപ്പ് തേക്കുന്ന സമയത്ത് വെള്ളം ഓഫ് ചെയ്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയാണിത്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും അപായ സൈറൺ മുഴങ്ങിയാൽ സോപ്പ് വെള്ളത്തോടെ തന്നെ യൂണിഫ് ധരിച്ച് ജോലി സ്ഥലത്തേക്ക് ഓടേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇവർക്ക് ആകാറുണ്ട്. ഓരോ തുള്ളി വെള്ളവും അത്രമേൽ വിലപ്പെട്ടതാണെന്ന് ഓരോ നാവികനും ഇവിടെ തിരിച്ചറിയുന്നു. നാവികരുടെ ഉറക്കവും വിശ്രമവും മറ്റൊരു വലിയ അതിജീവനമാണ്. ജോലി കഴിഞ്ഞാൽ ഇടുങ്ങിയ ഇടനാഴികളിലൂടെ നടന്ന് അവർ തങ്ങളുടെ ബെഡുകളിലേക്ക് എത്തും. ലോഹം കൊണ്ടുണ്ടാക്കിയ 3 തട്ടുകളായുള്ള ബെഡുകൾക്ക് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉണ്ടാകൂ. അവിടെ നിവർന്നിരിക്കാൻ പോലും സാധിക്കില്ല, കിടക്കാൻ മാത്രമേ കഴിയൂ. കപ്പലിലെ ഭീമൻ എഞ്ചിനീയറുകൾ ശബ്ദവും പൈപ്പുകളിലെ ഇരുമ്പലും അനൗൺസ്മെന്റുകളും ഒക്കെ കേട്ടുകൊണ്ട് വേണം ഇവർക്ക് ഉറങ്ങാൻ. ജോലിഭാരം കാരണം ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ച് പോലും നാവികർ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയാകാറുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായ ഷിഫ്റ്റുകൾ ഉള്ളതുകൊണ്ട് ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ജോലിക്കായിരിക്കും. കപ്പലിനുള്ളിൽ പകലാണോ രാത്രിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് കൃത്യമായ ലൈറ്റുകൾ ഉപയോഗിച്ചാണ് സമയക്രമം മനസ്സിലാക്കുന്നത്. ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥർക്ക് അല്പം കൂടി സൗകര്യമുള്ള മുറികൾ ലഭിക്കുമെങ്കിലും കപ്പലിലെ കഠിനമായ സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത്രയും വലിയൊരു കപ്പൽ സുഖമായി പ്രവർത്തിക്കുന്നത് ഓരോ നാവികന്റെയും അച്ചടക്കമുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ഇവിടെ കരയിലെ പോലെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അവധി ദിവസങ്ങളോ ഇല്ല. 6 മണിക്കൂർ ജോലി കഴിഞ്ഞ് കിട്ടുന്ന വിശ്ര സമയത്ത് വേണം ഭക്ഷണം കഴിക്കാനും തുണി അലക്കാനും മീറ്റിംഗുകളിൽ പങ്കെടുക്കാനും. കപ്പലിന്റെ ശുചിത്വം നിലനിർത്താൻ ഫീൽഡ് ഡേ എന്ന പേരിൽ എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയാക്കുന്ന പ്രത്യേക ദിവസങ്ങളും ഇവർക്കുണ്ട്. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പരിമിതമായ ഈ ലോകത്ത് കുടുംബത്തിൽ നിന്നുള്ള കത്തുകളും ചെറിയ വിനോദ പരിപാടികളുമാണ് ഇവർക്ക് ഏക ആശ്വാസം. കടലിന് നടുവിൽ ഒരു ചെറിയ ബീച്ച് പിക്നിക് പോലെ ടെക്കിന് മുകളിൽ പാട്ടുപാടിയും ഭക്ഷണം കഴിച്ചും ഇവർ ആഘോഷിക്കാറുണ്ട്. ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഉറക്കമില്ലാത്ത ഈ യുദ്ധക്കപ്പലിനെ ഓരോ നിമിഷവും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നാവികരുടെ ജീവിതം ഓരോ ഭാരതീയനും അഭിമാനമാക്കുന്ന ഒന്നാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.